ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വീട്ടിൽ തന്നെ നല്ല കട്ടിയുള്ള യോഗട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒത്തിരി ടിപ്സ് പറയുന്നുണ്ട്, അതെല്ലാം ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള യോഗട്ട് ഉണ്ടാക്കിയെടുക്കാം. കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് വേറൊന്നുമല്ല, നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കണം. പാസ്ചറൈസ്ഡ് മിൽക്ക്, ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാം. അതിൽ 1 സ്പൂൺ വെള്ളം പോലും ചേർക്കാണ്ട് നിങ്ങൾ തിളപ്പിക്കുക. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലാണ് തിളപ്പിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ സൈഡിലുള്ള ക്രീമെല്ലാം ഇതിലോട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം തിരി താത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി തിളപ്പിച്ചിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിൽക്കിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിങ്ങനെ തിളച്ച് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഉറയില്ലാണ്ട് നമുക്ക് എങ്ങനെ തൈര് ഉണ്ടാക്കാമെന്ന് നോക്കുന്നത്. അപ്പോൾ അത് അടുത്ത ടിപ്പായിട്ട് ഞാൻ പറയുന്നത്, ഉറയില്ലെങ്കിൽ ഞാൻ ആദ്യം നാരങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നാരങ്ങയുടെ ഒരു വശം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനതൊരു ബൗളിലോട്ട് എടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു മെത്തേഡാണ്, പച്ചമുളകിൻ്റെ ഈ തണ്ട് മാത്രം നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മെയിൻ ടിപ്പാണ്, നമ്മളെപ്പോഴും തൈര് ഉണ്ടാക്കില്ലെങ്കിൽ യോഗട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മൺപാത്രങ്ങളിൽ നിങ്ങൾ ഒഴിച്ചുണ്ടാക്കണമെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ട് ആറിയിട്ടുള്ള പാല് ഞാൻ 2 ജസ്റ്റ് ഒരു വലിയൊരു സ്പൂൺ ഒഴിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നത്, അത് കാരണം ഞാൻ അധികം എടുക്കുന്നില്ല. അപ്പോൾ ഉറയില്ലാണ്ട് ഒഴിക്കുന്ന മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിനി ഉറയുണ്ട് അല്ലെങ്കിൽ കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഈ തിളപ്പിച്ച് ആറിയിട്ടുള്ള പാല് ഞാൻ ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അടുത്തത് നല്ല കട്ടിയുള്ള യോഗട്ടോ അല്ലെങ്കിൽ തൈരോ എടുക്കാം. അത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈരെടുക്കുക. 1 ലിറ്റർ പാലിൽ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാല് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ എടുക്കുന്ന കൾച്ചറിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന യോഗട്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും. അപ്പോൾ അതായത് നല്ല കട്ടിയുള്ള യോഗട്ടിനെ എടുക്കാൻ നോക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓൾറെഡി ചൂട് ആറാനായിട്ട് അനുവദിച്ചിട്ടുള്ള പാലിനടിയിലൊരു ടവൽ ക്ലോത്ത് വിരിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് പോയാൽ നോക്കണം. ഏകദേശം 1/2 മണിക്കൂർ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് പോയി കാണും. നിങ്ങൾ ഒരു വിരൽ ഡിപ്പ് ചെയ്തിട്ട് 8 സെക്കൻഡ്സ് കൗണ്ട് ചെയ്യാം. നമുക്ക് ചൂട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എങ്കിൽ നമുക്ക് ഇപ്പോൾ കൾച്ചർ അല്ലെങ്കിൽ ഓറോ വയ്ക്കാൻ സമയമായി. അതിൻ്റെ ഈ പാട ഒരു വശത്തേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഇതിൽ എടുത്തു വെച്ചിട്ടുള്ള കൾച്ചർ ആഡ് ചെയ്യാം. ഒരു വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് 5 വട്ടം മാത്രം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന തൈരിന് അത്രയ്ക്ക് കട്ടി ഉണ്ടാവില്ല. അതിനുശേഷം നമുക്ക് ഒരു ലിഡ് ഉപയോഗിച്ച് ഇത് കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മഴക്കാലമാണ് അല്ലെങ്കിൽ വിൻ്റർ സീസൺ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യാം. അല്ല ചൂടുകാലമാണെങ്കിൽ നമുക്ക് ഇത് കവർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതിന് അനക്കാണ്ട് നമുക്ക് ചൂട് കൂടിയ ഒരു സ്ഥലത്ത് നമുക്കിത് വെക്കാം. ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലായിട്ട് മറ്റും ഇത് വെക്കാം. രാത്രി ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ ഇത് റെഡിയായി കിട്ടും. കുട്ടികൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അനങ്ങാണ്ട് ഒരു സ്ഥലത്ത് നമുക്കിനി ഇത് അടുത്ത ദിവസം രാവിലെ എങ്ങനെയായിരുന്നു നോക്കാം. അപ്പോൾ നമ്മൾ കൾച്ചർ ഒഴിച്ചുണ്ടാക്കിയ യോഗട്ടിന് വളരെ തിക്നെസ്സാണ് എനിക്ക് കിട്ടിയത്. വളരെ തിക്കായിട്ട് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. ഒഴിക്കാണ്ട് ഉണ്ടാക്കിയ നാരങ്ങയും ചില്ലിയും ഒഴിച്ചുണ്ടാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ, അത്രയും പെർഫെക്റ്റ് കൺസിസ്റ്റൻസി അല്ലെങ്കിലും അത് കുറച്ചുകൂടി ഫ്ലേവർ, ഇപ്പോൾ നാരങ്ങയുടെയും ഒരു ചില്ലിയുടെയും സ്മെല്ല് അതിനുണ്ടായിരുന്നു. അത് നല്ല ഒരു ടേസ്റ്റാണ് തന്നത്. പിന്നൊന്ന്, നമുക്ക് കുറച്ചുകൂടി അധികം നേരം വെച്ചാൽ മാത്രമേ ഈ ഒഴിക്കാത്തത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. യോഗട്ടിന് കുറേ ഇൻട്രസ്റ്റിംഗ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ആഴ്ചയിൽ 2 വട്ടം ഇത് ഫേസ് മാസ്ക് ആയിട്ട്, അതായത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഗ്ലോ ഉണ്ടാവും ഫേസിൽ. സിങ്ക് ഇതിലടങ്ങിയിട്ടുള്ളത് കാരണം തന്നെ പിമ്പിൾസ് ഉണ്ടാകാനും ഉണ്ടായ പിമ്പിൾസ് പോകാനും ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. യോനിയുടെ ഭാഗത്തുണ്ടാകുന്ന ഇച്ചിങ് അഥവാ വെജൈനൈറ്റിസ് എന്ന ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ ഇതിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയ്ക്ക് പറ്റും. അതിലുണ്ടാകുന്ന ഈസ്റ്റിനെ അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. മെഡിക്കൽ അഡ്വൈസോട് കൂടി യാതൊരു കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ലെങ്കിൽ ഇങ്ങനെ യോഗട്ട് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം. ഇതിലടങ്ങിയിരിക്കുന്ന സിങ്ക്, സെലീനിയം, കാൽഷ്യം തുടങ്ങിയ മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പം നൈറ്റ് ടൈം നിങ്ങൾ യോഗട്ടിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നൈറ്റ് കഴിക്കുന്നത് വഴി നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എല്ലാവർക്കും അറിയുന്ന ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഇത് ഡൈജഷനും അബ്സോർപ്ഷനും സഹായിക്കുന്നു എന്നുള്ളത്. അതുവഴി ബ്ലോട്ടിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നു. യോഗട്ടിലധികം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ സോഡിയം എലിമിനേഷനും പിന്നെ LDL കൊളസ്ട്രോൾ, അത് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.